വെറും 2500 രൂപയിൽ താഴെ വിലയുള്ള നല്ലൊരു BLDC ഫാൻ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള 3 ബ്രാൻഡുകളുടെ BLDC ഫാനുകളാണ് എന്റെ മുന്നിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ ആറ്റംബർഗ് അമേസ, ലൂക്കർ നാനോ എക്സൽ, ക്രോംപ്ടൺ എനർജിയോൺ കുക്കി. ഈ 3 എണ്ണമാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടി ബെസ്റ്റ് പെർഫോമൻസ് നൽകുന്ന 3 ബഡ്ജറ്റ് ഫ്രണ്ട്ലി BLDC ഫാൻ. ഈ 3 മോഡലുകളും കറണ്ട് സേവ് ചെയ്യും, റിമോട്ട് കൺട്രോൾ ഉണ്ട്, അതുമാത്രമല്ല നല്ല കൂളിംഗ് പെർഫോമൻസും തരും. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിൽ നിന്ന് ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടുള്ള ഐറ്റം. ഈ 3 ഫാനുകൾക്കും 3 പ്രത്യേകതകളാണുള്ളത്. ആദ്യത്തെ നമ്മുടെ ആറ്റംബർഗിന്റെ അമേസ, ഹൈയസ്റ്റ് എയർ ഫ്ലോ, കൂടാതെ തന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് കൂടെ ഈ ഒരു ഫാനിൽ വരുന്നുണ്ട്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു BLDC ഫാനായിട്ടാണ് ലൂക്കർ നാനോ എക്സൽ ലൂക്കർ അവതരിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ് ക്രോംപ്ടൺ. നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആണ് കമ്പനി ഒരു ഫാനിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ 3 മോഡലുകളാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം വെറും 2500 രൂപയിൽ താഴെ മാത്രമേ ഈ 3 ബ്രാൻഡുകൾക്കും വില വരുന്നുള്ളൂ. 1200 mm ആയതുകൊണ്ട് തന്നെ ഒരു ബെഡ്റൂമിലേക്ക്, റൂമിലേക്ക്, ചെറിയ ഹോളിലേക്കൊക്കെ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ഈ വരുന്ന BLDC ഫാനുകൾ. ഒരു ഫാനിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് കൂളിംഗ് ആണ്. കൂളിംഗിന്റെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എയർ ഡെലിവറി, അതായത് CMM അതോടൊപ്പം തന്നെ RPM. നമ്മുടെ ആറ്റംബർഗിലേക്ക് വരുമ്പോൾ 230 ആണ് CMM വരുന്നത്. ക്രോംപ്ടൺ കുക്കിയിലേക്ക് വരുമ്പോഴത്തേക്കും 220 ആണ് CMM വരുന്നത്. നമ്മുടെ ലൂക്കറിലേക്ക് വരുമ്പോഴത്തേക്കും 215 ആണ് CMM. എയർ ഡെലിവറി ആയിട്ടുള്ള CMMന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റംബർഗ് ആണ് ഈ ഒരു 3 ഫാനിൽ ഏറ്റവും കൂടുതൽ CMM നൽകുന്നത്. ക്രോംപ്ടണിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്. ലൂക്കറിൽ നോക്കുമ്പോഴത്തേക്കും ആറ്റംബർഗിനെ ക്രോംപ്ടണിനെ സംബന്ധിച്ച് ലൂക്കറിന് കുറവാണ് CMM. നമ്മളൊരു ബെഡ്റൂമിൽ 3 ഫാനുകൾ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 3നും നല്ല പെർഫോമൻസ് ഉണ്ട്. ആറ്റംബർഗ് അമേസ ആണ് നമ്മളൊരു ബെഡ്റൂമിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ വീടുകളിലെ പഴയ ആ ഒരു കറണ്ട് തിന്നുന്ന ഫാൻ ഉണ്ടല്ലോ, ആ ഫാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫാനുകൾ വളരെ സൈലന്റ് ആണ്. ആ പഴയ ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടല്ലോ നമ്മുടെ ഈ 3 ഫാനുകൾക്കും ഇല്ല. ഉറങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ മിക്കവരും ഫാനിന്റെ സ്പീഡ് 2-ലും 3-ലും ആണ് ഇടുന്നത്. ആ ഒരു സമയത്ത് നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ മാക്സിമം സ്പീഡിലോട്ട് ഇടുന്ന സമയത്ത് 3 ഫാനുകൾക്കും സൗണ്ട് ഉണ്ട്, അതായത് നമ്മുടെ ആ ഒരു എയറിന്റെ ഒരു സൗണ്ട് ഉണ്ട്, എയർ ഫ്ലോ സൗണ്ട് ഉണ്ട്. 3 ഫാനുകളുടെ മോട്ടറുകൾ സൈലന്റ് ആണ്. പഴയ കറണ്ട് തിന്നുന്ന ഫാനുകളിൽ നിന്ന് ഈ കാണുന്ന BLDC ഫാനിലോട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? കാരണം എന്താണ്? കറണ്ട് ചെലവ് തന്നെ. ഈ നമ്മുടെ BLDC ഫാൻ മറ്റുള്ള ഫാനുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ കറണ്ട് കുറവാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഈ 3 ഫാനുകളും എത്ര വാട്ട്സ് വെച്ചാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ആറ്റംബർഗ് അമേസയിലേക്ക് വരുമ്പോഴത്തേക്കും വെറും 35 വാട്ട്സ് മാത്രമേ നമ്മുടെ ഈ ഒരു അമേസ എടുക്കത്തുള്ളൂ. ലൂക്കർ നാനോ എക്സലിലേക്ക് വരുമ്പോഴത്തേക്കും 28 മുതൽ 35 വാട്ട്സ് വരെ. ക്രോംപ്ടൺ കുക്കിയിലേക്ക് വരുമ്പോഴത്തേക്കും 35 വാട്ട്സ് ആണ്. നമ്മൾ ഈ ഒരു ഫാനുകളിൽ ഇടുന്ന സ്പീഡ് അനുസരിച്ചാണ് ഇതിന്റെ വാട്ടേജ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ സ്പീഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ട്സ് തീരെ കുറവായിരിക്കും നമ്മുടെ ഈ ഫാനുകൾ ഉപയോഗിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ 3 ഫാനും 35 വാട്ട്സ് ആണ് കറന്റ് കൺസംപ്ഷൻ വരുന്നത്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 2500 രൂപയിൽ താഴെ മേടിക്കാൻ സാധിക്കുന്ന 3 ഫാനുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 ഫാനുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് വെച്ച് 3 ഫാനുകളും കൺട്രോൾ ചെയ്യാം. പണ്ടത്തെ പോലെ എണീറ്റ് പോയി സ്വിച്ച് ഓൺ ആക്കണ്ട, ഓഫ് ആക്കണ്ട, സ്പീഡ് കൂട്ടണമെങ്കിൽ റെഗുലേറ്ററെ പിടി തിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് റിമോട്ട് കൺട്രോളിൽ ചെയ്യാം. 3 ഫാനുകളിൽ നമ്മുടെ ആറ്റംബർഗ് അമേസയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ റിമോട്ടിൽ കുറച്ചുകൂടെ ഫംഗ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ബൂസ്റ്റ് മോഡ് എന്ന് വെച്ചാൽ ക്വിക്ക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റൂമിന്റെ അകം തണുപ്പിക്കാൻ നമുക്ക് ബൂസ്റ്റ് മോഡ് ഉപയോഗിക്കാം. സ്ലീപ്പ് ടൈമർ ലഭിക്കുന്നുണ്ട്. മറ്റുള്ള ഫാനുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു LED ഇൻഡിക്കേറ്റർ നമ്മുടെ ഈ ഒരു ആറ്റംബർഗ് അമേസയിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ആറ്റംബർഗിന്റെ പ്രത്യേകത, നിങ്ങളുടെ കയ്യിൽ വേറെ ആറ്റംബർഗിന്റെ ഫാനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ ഫാനുകളും കൺട്രോൾ ചെയ്യാൻ പറ്റും. 3 ഫാനുകളും നമ്മൾ റൂമിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മളൊരു കാര്യം ചെക്ക് ചെയ്തു, വൈബ്രേഷൻ ഉണ്ടോ, അതുപോലെ വൂബിളിംഗ് ചെയ്യുന്നുണ്ടോ, അതായത് കിടന്നങ്ങ് പൊളയുക എന്ന് പറയത്തില്ലേ, പൊളയുന്നുണ്ടോ എന്നൊക്കെ നോക്കി. ഒരു കുഴപ്പമില്ല, 3 ഫാനും സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അതൊരു നല്ല സൈൻ ആണ് എന്തിന്റെ? ഡ്യൂറബിലിറ്റിയുടെ. ഈ ഫാനുകളിൽ പൊടി പിടിക്കത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. എല്ലാ ഫാനിലും പൊടി പിടിക്കും. കറങ്ങുന്നുണ്ടേ പൊടി പിടിച്ചിരിക്കും. നമ്മുടെ ഈ ഫാനുകളിലും പൊടി പിടിക്കും. സമയാസമയങ്ങളിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ 3 ഫാനുകളിൽ നിന്ന് നമ്മുടെ ആറ്റംബർഗിന്റെ ഈ ഒരു അമേസനെ വേർതിരിച്ച് നിർത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? പ്രൊട്ടക്ഷൻ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇടവിട്ടുള്ള പവർ കെട്ടുകൾ, അതോടൊപ്പം തന്നെ നമുക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സിന് കേരളത്തിൽ അധികം ലൈഫ് കിട്ടാറില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ആറ്റംബർഗിന്റെ ഈ ഒരു അമേസർ പ്രത്യേകത എന്നുള്ളത് പവർ പ്രൊട്ടക്ഷൻ ആണ്. 350 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കിയേ. അത് മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേക ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയ ആ ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലൊരു ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പവർ കട്ട് വന്നാൽ ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും നമ്മുടെ വീട്ടിൽ കറണ്ട് വരുന്നത്, അല്ലെ? ആ ഒരു സമയത്ത് നമുക്ക് ഫാൻ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇൻവെർട്ടറിൽ അങ്ങേയറ്റം പോയാൽ 2-3 മണിക്കൂർ വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മുടെ BLDCയിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻവെർട്ടർ പെർഫോമൻസ് ഈ BLDC ഫാനുകൾക്ക് കൂടുതലാണ്. എന്തുകൊണ്ടാണ് BLDC ഫാനുകൾ കുറച്ച് കറണ്ട് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പഴയ ഫാൻ ഉള്ളത് ഇൻഡക്ഷൻ മോട്ടറാണ്. BLDC ഫാനുകളിലേക്ക് വരുമ്പോൾ അവിടെ വരുന്നത് DC മോട്ടറാണ്.
DC മോട്ടർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകത ഒന്നല്ല, കുറേ ഉണ്ട്. ലോ ഇലക്ട്രിസിറ്റി കൺസംഷൻ, ലെസ് മോട്ടർ നോയിസ്, സ്മൂത്ത് ഓപ്പറേഷൻ, ബെറ്റർ ഇൻവെർട്ടർ ബാക്കപ്പ്. ചുരുക്കം പറഞ്ഞാൽ ഒരു വീടാണെങ്കിൽ BLDC ഫാൻ വെക്കുന്നതാണ് നമുക്ക് ലാഭം. നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഫാൻ മാറ്റി നിങ്ങളുടെ വീട്ടിൽ ഒരു BLDC ഫാൻ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ റെഗുലേറ്റർ അങ്ങ് ഊരി മാറ്റുക. റെഗുലേറ്ററിന്റെ ആവശ്യം നമ്മുടെ BLDC ഫാനുകൾക്ക് വരുന്നില്ല. കാരണം സ്പീഡും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ റിമോട്ട് വഴിയാണ്. ഇതിൽ ഏത് ഫാനാണ് നല്ലതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എല്ലാ ഫാനുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇപ്പൊ ക്രോംപ്റ്റൺ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. ലൂക്കറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ ഏത് സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ഇറക്കുന്നതാണ് നമ്മുടെ ലൂക്കർ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് തന്നെ പ്രീമിയം ഫീച്ചറുകൾ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ആറ്റംബർഗ്. അപ്പൊ ഇതിൽ നിന്ന് ഏത് ഫാൻ മേടിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവാണ്, അധികം ഫീച്ചറുകളൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാറ്റ് കൊണ്ടാൽ മതി എന്നൊരു കൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്മുടെ ലൂക്കറിന്റെ നാനോ എക്സൽ BLDC ഫാൻ വാങ്ങിക്കാം. വർഷങ്ങളായിട്ട് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ക്രോംപ്റ്റന്റെ ഈ ഒരു എനർജി ഓൺ കുക്കി എന്നുള്ള ഈ ഒരു ഫാൻ മേടിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടത്. ഈ സെയിം ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല എയർ ഫ്ലോ ഉണ്ടായിരിക്കണം, ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം, കൂടാതെ തന്നെ ഫീച്ചേഴ്സും കൂടുതൽ വേണം. എങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രാൻഡാണ് നമ്മുടെ ആറ്റംബർഗിന്റെ അമേസ. ഈ 3 ഫാനുകളും ഞാൻ എന്റെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് വാങ്ങി 3 ഇടുന്നതിനേക്കാളും നല്ലത് 3 ബ്രാൻഡ് വാങ്ങി എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് വാങ്ങിയത്. ഇപ്പൊ എല്ലാ സാധാരണക്കാരും BLDC ഫാനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കറണ്ട് ചാർജ് ഒക്കെ വളരെ കുറവാണ് ഈ BLDC ഫാൻ ഉപയോഗിക്കുന്നവരുടെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ BLDC ഫാനുകൾ നല്ലൊരു ഓപ്ഷനാണ്. അവിടെ 2500 രൂപ ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ സാധിക്കുന്ന 3 ബ്രാൻഡുകൾ ഞാൻ വാങ്ങി. ഈ 3 ബ്രാൻഡുകളുടെയും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 3 ഫാനുകളും കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഫാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കൂടാതെ തന്നെ ഫീച്ചേഴ്സ് വൈസ് ഏതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൂടാതെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി മേടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതൊരു ഗോവിന്ദ് സൈനിങ്.